തൃശൂർ പൂരം അതിന്റെ എല്ലാ പൊലിമയോടെയും പ്രൗഢിയോടെയും ഏറ്റവും സുരക്ഷിതമായും വിജയകരമായും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തൃശൂർ കോർപ്പറേഷനും എല്ലാ വകുപ്പുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നുള്ള അനിശ്ചിതത്വം ഇല്ലാതാക്കാൻ ജില്ലാ ഭരണകൂടം, ജനപ്രതിനിധികൾ, പെസോ പ്രതിനിധികൾ എന്നിവർ യോഗം ചേർന്ന് പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കും. കേരള ഹൈക്കോടതിയുടെ നിലവിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പെസോ പ്രതിനിധിയുടെ അഭിപ്രായ പ്രകാരവും ജില്ലാ ഭരണകൂടത്തിന് ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് നൽകിയിട്ടുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പെസോ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പുതിയ നിബന്ധനകളുടെയൊക്കെ അടിസ്ഥാനത്തിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ എന്ന രൂപത്തിലാണ് അവരുടെ ഈ കാര്യത്തിൽ ഒരു നിലപാട്. എന്നായിരുന്നു ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തണം എന്നുള്ള നിലയ്ക്ക് ജില്ലാ ഭരണകൂടവും അവരുടെ ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളും കൂടിയിരുന്ന് ഒരു ചർച്ച കൂടി നടത്തി വളരെ വ്യക്തത വരുത്തി ഈ കാര്യത്തിൽ തൃശ്ശൂരിൻ്റെ വെടിക്കെട്ടും കുടമാറ്റവും എന്ന് പറഞ്ഞ അതിപ്രധാനമായ രണ്ട് ചടങ്ങാണ്. ആ രണ്ട് ചടങ്ങും ഇല്ലെങ്കിൽ പൂരം പൂരമല്ല. അതുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനാവശ്യമായ ധാരണയാണ് പൊതുവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചത്. അത്തരത്തിലൊരു മീറ്റിംഗ് കൂടെ കഴിയുന്നതോടുകൂടി അത് പൂർത്തീകരണത്തിൽ എത്തിച്ചേരും. കുടമാറ്റം ഉൾപ്പെടെയുള്ള പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും സമയക്രമം നിശ്ചയിച്ച് സമയബന്ധിതമായി ആസൂത്രണം ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി. പൂരപ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പൂരപ്രേമികളുടെ എണ്ണവും വരവും നിയന്ത്രിച്ച് സുരക്ഷയൊരുക്കുകയല്ല, മറിച്ച് പരമാവധി ആളുകളെ ഉൾക്കൊള്ളിച്ച് പൂരം വിജയകരമായി നടത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. രാത്രി പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു കുറവും വരുത്താത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ സുരക്ഷയെ മുൻനിർത്തി വെടിക്കെട്ടിന് മുന്നോടിയായി ആളുകളെ നിയന്ത്രിക്കുന്നതിനുമാണ് മുൻഗണന നൽകുകയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ആളുകളെ നിയന്ത്രിച്ച് വരാതെ പൂരം നടത്താനല്ല, പരമാവധി ആളെ വിളിച്ചു വരുത്തി എന്നാൽ സൗകര്യത്തോടെ പൂരം കാണലാണ് ഇത്തവണത്തെ പൂരത്തിന്റെ ലക്ഷ്യം. എല്ലാ തവണത്തെയും പോലെ ഒരു ചിട്ടവട്ടങ്ങളിൽ ഒരു കുറവില്ലാത്ത പോലെ തന്നെ സംഘടിപ്പിക്കാൻ പൊതുവായിട്ട് ആലോചിച്ചിട്ടുണ്ട്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വം ഭാരവാഹികൾ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV.